സർ, പാകിസ്ഥാനിൽ അമേരിക്ക ഒരു തുറമുഖം പണിയാൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതും വളരെ തന്ത്രപ്രധാനമായ സ്ഥലമാണ്. അമേരിക്ക കണ്ണുവയ്ക്കുന്നതെല്ലാം അങ്ങനെ ആയിരിക്കും എന്നറിയാം. എങ്കിലും എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യം? ഇത് തീരെ നഗരമായിട്ടുള്ള കോസ്റ്റൽ ടൗൺ പസ്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ തുറമുഖം വരാൻ പോകുന്നത്. അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല. ഇത് ഫിനാൻഷ്യൽ ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ റിപ്പോർട്ടിൽ തന്നെ അമേരിക്കക്കാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒളിച്ചു കളിക്കുകയാണ്. അങ്ങനെയൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, കാരണം ഞങ്ങൾ അവിടെ തുറമുഖം പണിയാൻ പോകുന്നു എന്ന് അമേരിക്ക സമ്മതിക്കാൻ പോകുന്നുണ്ടോ? പണി തുടങ്ങിക്കഴിഞ്ഞാൽ സമ്മതിക്കുമായിരിക്കും. അപ്പോൾ മുനീർക്ക പട്ടാള മേധാവി അത്തർ മുനീർ എന്നൊക്കെ ഇവിടെ ആളുകൾ കളിയാക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ മുനീറും ട്രംപും തമ്മിൽ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഒരു തന്ത്രപ്രധാനപ്പെട്ട മേഖലയാണ് പസ്നി എന്ന് ആ റിപ്പോർട്ടിൽ ഫിനാൻഷ്യൽ ടൈംസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഗ്വാദർ തുറമുഖം പാകിസ്ഥാനിലുണ്ട്. ചൈന എടുത്ത് നടത്തുന്നതാണ് ഗ്വാദർ തുറമുഖം. ആ ഗ്വാദർ തുറമുഖത്തേക്ക് 70 കിലോമീറ്ററാണ് ഈ പസ്നിയിൽ നിന്നുള്ളത്. അതാണ് ഈ തന്ത്രപ്രധാനം എന്നൊക്കെ പറയുന്നത്. പിന്നെ പസ്നി എന്ന് പറഞ്ഞാൽ ഇറാൻ അതിർത്തിയിൽ നിന്ന് 70-80 കിലോമീറ്ററേ ഉള്ളൂ ഈ പസ്നി. അപ്പോൾ ഇറാൻ അതിർത്തിയിലുള്ളതാണ്. അപ്പോൾ ഈ പസ്നിയിൽ തുറമുഖം പണിത് കഴിഞ്ഞാൽ അത് ഈ തുറമുഖം എന്ന് പറഞ്ഞാൽ ഡുവൽ യൂസാണ്. ഒന്ന് ചരക്കയക്കാൻ, രണ്ട് സൈനിക ആവശ്യങ്ങൾക്കുള്ളത്. ഈ വിമാനവാഹിനിയൊക്കെ വന്ന് കിടക്കാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ. അതിൽ നിന്ന് വിമാനം പറന്നു പൊങ്ങി ഇറാനെ ആക്രമിക്കുക. ഇതൊക്കെയാണല്ലോ ഈ പസ്നി കൊണ്ടുണ്ടാവുന്ന ഗുണം. ഇറാനെ കൂടി കൈകാര്യം ചെയ്യുക. ഇറാനെ ഭയങ്കരമായിട്ട് കൈകാര്യം ചെയ്ത് വരികയാണ്. നമ്മൾ ഇറാനെ പറ്റി വായിക്കുമ്പോഴൊക്കെ സങ്കടം വരും. $1 അമേരിക്കൻ ഡോളർ 42,500 രൂപ കിട്ടും. അല്ല, രൂപ എന്ന് പറഞ്ഞാൽ റിയാൽ, ഇറാൻ്റെ. അത്രമാത്രം തകർന്നിരിക്കുകയാണ് അവിടുത്തെ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇറാൻ്റെ വളരെ അടുത്താണ് പസ്നി തുറമുഖം, ഗ്വാദറിൻ്റെയും വളരെ അടുത്താണ്. ഇതാണ് ഈ തന്ത്രപ്രധാനം എന്ന് പറയുന്നത്. നമുക്കാണെങ്കിൽ ചാബഹാർ നമ്മൾ ഇറാനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കും അവിടെ ഒരു കണ്ടെയ്നർ ടെർമിനലും കാര്യങ്ങളും ഉണ്ട്. ചെമ്പ്, ആൻറ്റിമണി, ഈ മറ്റേ ബലൂചിസ്ഥാനിൽ നിന്നൊക്കെയുള്ള റയർ എർത്ത് മിനറൽസ്, അപൂർവ ധാതുക്കൾ കൊണ്ടുവന്ന് ഈ തുറമുഖം വഴി കയറ്റി അയക്കാൻ കഴിയുന്നതാണ് അമേരിക്ക കാണുന്നത്. ഇവിടെ കൊണ്ടുവന്നിട്ട് അമേരിക്കയിലേക്ക് ഈ ഇത്തരം റയർ എർത്ത് മിനറൽസ് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ആൻറ്റിമണി ചൈനയിൽ നിന്നാണ് വാങ്ങിയിരുന്നത് അമേരിക്ക. ചൈന ഇത് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കൊല്ലം അവസാനമായപ്പോൾ ഉത്തരവൊക്കെ ഇട്ടിട്ടുണ്ട്. ആൻറ്റിമണി സപ്ലൈ ചെയ്യില്ല. അപ്പോൾ അത് കിട്ടുന്നൊരു സ്ഥലമാണ് പാകിസ്ഥാൻ. അപ്പോൾ 120 കോടി US$ ആണ് ഈ പദ്ധതിക്ക് അമേരിക്ക ചെലവാക്കാൻ പോകുന്നത്. 10,650 കോടി രൂപ നമ്മുടെ കറൻസി അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ പസ്നി എന്ന് പറയുന്നത് ഒരു ഫിഷിംഗ് ടൗൺ ആണ്. ഒരുപാട് മത്സ്യത്തൊഴിലാളികളും ഈ മീൻപിടുത്തവും ഒക്കെ ഉള്ള ഒരു തുറമുഖം ആണ്. കഴിഞ്ഞ മാസം അവസാനം പട്ടാള മേധാവി മുനീർ ചില അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചർച്ച ചെയ്തതായിട്ട് വാർത്തകളിൽ വരുന്നുണ്ട്. പട്ടാളത്തിൻ്റെ സിവിലിയൻ ഉപദേഷ്ടാക്കളെ ഉദ്ധരിച്ച് ആണ് ഫിനാൻഷ്യൽ ടൈംസിൽ റിപ്പോർട്ട്. സിവിലിയൻ ഉപദേഷ്ടാക്കൾ എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരല്ലാത്ത ഉപദേഷ്ടാക്കൾ. പട്ടാളക്കാരല്ലാത്ത ഉപദേഷ്ടാക്കൾ മുനീറിന് ഉണ്ടാകുമെങ്കിൽ അത് മൊല്ലാക്കന്മാരായിരിക്കാനാണ് സാധ്യത. കാരണം അവിടുത്തെ ആദ്യത്തെ ഈ മൊല്ലാക്ക പട്ടാള മേധാവിയാണ് ഇങ്ങയുടെ അച്ഛൻ മൊല്ലാക്കയായിരുന്നു, മദ്രസയുടെ പ്രിൻസിപ്പലും ഒക്കെ ആയിരുന്നു. മറ്റവരൊക്കെ വലിയ മിലിറ്ററി അക്കാഡമിയിലൊക്കെ പഠിച്ചു വന്നവരായിരുന്നു ഇതുവരെയുള്ള പട്ടാള മേധാവികൾ. ഇങ്ങനെയല്ല ഇയാൾ മദ്രസ മുതൽ തുടങ്ങിയിട്ടുള്ള ആളാണ്. ഖുറാൻ വിഴുങ്ങിയിട്ടുള്ള ആളാണ്. ഖുറാൻ മൊത്തം കാണാപ്പാടം പറയും. അതിൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തുറമുഖം റെയിൽവേയുമായി ബന്ധിപ്പിക്കും. ഈ പസ്നി പാകിസ്ഥാനിൽ നിന്ന് ധാതുക്കൾ എത്തിക്കും റെയിൽവേ വഴി. അപ്പോൾ പാകിസ്ഥാനും അമേരിക്കയും സഹകരിച്ച് ആണ് പണം ചെലവാക്കുക എന്ന് പറയുന്നുണ്ട്. സഹകരിച്ച് പണം ചെലവാക്കാനായിട്ട്
പാകിസ്ഥാൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. അത് എവിടുന്നെങ്കിലും കടം മേടിക്കേണ്ടി വരും, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കോ അങ്ങനെ എവിടുന്നെങ്കിലും. അപ്പോൾ ഞായറാഴ്ച അറബ് ന്യൂസിൽ ഇന്നലെ ഇങ്ങനെ ഒരു പദ്ധതി ഇല്ല എന്ന് അറബ് ന്യൂസ് പറയുന്നുണ്ട്. പാകിസ്ഥാൻ ടി വിയൊക്കെ ഉദ്ധരിച്ചാണ് പറയുന്നത്. സ്വകാര്യ കമ്പനികളുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ. അത് പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമോ, എക്സ്പ്ലോറേറ്ററി ആയിരുന്നു, ഒരു അന്വേഷണം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ സംസാരിച്ച് നോക്കിയത് എന്ന് പറയുന്നുണ്ട്. പസ്നിയുടെ സെക്യൂരിറ്റി സുരക്ഷ ആർക്കും വിട്ടുകൊടുക്കില്ല. മുനീറിന് ഈ പറഞ്ഞ പോലത്തെ ഉപദേഷ്ടാക്കൾ ഇല്ല എന്നും വിശദീകരണത്തിൽ പറയുന്നുണ്ട്. അത് ശരിയാകാൻ സാധ്യതയില്ല. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ മറ്റേ ഇസ്ലാമിക പണ്ഡിതന്മാരെ കാണാനാണ് സാധ്യത. അതുപോലെ ഈ മിനറൽസ് അവിടെ നിന്ന് ബലൂചിസ്ഥാനിൽ നിന്നൊക്കെ കൊണ്ടുപോകാൻ, ടാപ്പ് ചെയ്യാൻ, ഖനികൾ തുടങ്ങാനൊക്കെ ഈ MOU ധാരണാപത്രം അമേരിക്ക ഒപ്പുവെച്ചിട്ടുണ്ട് പാകിസ്ഥാനുമായിട്ട് ഓൾറെഡി. പിന്നെ അത് കൊണ്ടുപോകണ്ടേ, അതിന് തുറമുഖം വേണ്ടേ. ഗ്വാദർ എന്ന് പറയുന്നത് ചൈനയുടെ തുറമുഖമാണ്. അപ്പോൾ അവർക്ക് പസ്നി എന്ന് പറഞ്ഞ തുറമുഖം വേണം അമേരിക്കയ്ക്ക്. ധാതുക്കൾ അവിടെ ഖനനം ചെയ്യുന്നു, അമേരിക്കയും കൂടി ചേർന്നിട്ടൊരു കനേഡിയൻ കമ്പനി. അപ്പോൾ അത് കൊണ്ടുപോകാനായിട്ട് ഒരു തുറമുഖം അവർക്ക് വേണമല്ലോ. അതുകൊണ്ടാണ് ഈ പസ്നി എടുക്കുന്നത്. ഈ അമേരിക്കയിൽ മുസ്സൂറിയിൽ US സ്ട്രാറ്റജിക് മെറ്റൽസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, USSM. ആ കമ്പനി പട്ടാളത്തിലെ എൻജിനീയറിംഗ് വിദഗ്ധരുമായിട്ട്, പാകിസ്ഥാൻ പട്ടാളത്തിലെ എൻജിനീയറിംഗ് വിഭാഗവുമായിട്ട് ചർച്ച ഇതിനു വേണ്ടി നടത്തി കഴിഞ്ഞു. അപ്പോൾ ആ കമ്പനി ഏതാണെന്നും അറിയാം. USSMൻ്റെ കൊമേഴ്ഷ്യൽ ഡയറക്ടർ മൈക്ക് ഹോളമോൻ ഈ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാനിൽ ഞങ്ങളുടെ റിഫൈനറിയും വരും, ശുദ്ധീകരണശാല. ശുദ്ധീകരണശാല എന്ന് പറയുമ്പോൾ എണ്ണയുടെയാണെന്ന് കരുതണ്ട, ഈ മിനറൽസ് ഇല്ലേ, ധാതുക്കളുടെ ഒക്കെ ശുദ്ധീകരണ പ്രക്രിയ അതിൻ്റെ ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് പാകിസ്ഥാൻ എന്താ പറയുക കമ്പനികളുമായിട്ട് കറാച്ചിയിൽ ചർച്ച നടന്നു എന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട്, USSM കമ്പനിയുടെ കൊമേഴ്സ്യൽ ഡയറക്ടർ. അപ്പോൾ ഗ്വാദറിലും ഈ കറാച്ചിയിലും ചർച്ചകൾ നടന്നു, അവിടുത്തെ ആളുകളെ കണ്ടു എന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട്. പസ്നി എന്ന് പറയുന്നത് പ്രകൃതിയായുള്ള തുറമുഖമാണ്, നല്ല ആഴമുള്ള തുറമുഖമാണ്. റീക്കോ ഡിക്ക് എന്ന് പറയുന്ന ഖനി ഉണ്ട് അവിടെ, റീക്കോ ഡിക്ക് ചെമ്പും സ്വർണവും ഉള്ള ഖനി ആണ്. അത് മറ്റേ അവിടെ ഖനനം ചെയ്യുന്നത് കനേഡിയൻ കമ്പനിയായ ബാരിക് മൈനിങ് ആണ്. ബാരിക് മൈനിങ്ങിൻ്റെ CEO അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു, ഞങ്ങൾ പണത്തിന് വേണ്ടി ഈ മറ്റേ ADBയെ പിന്നെ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെ, സൗദിയെ ഒക്കെ സമീപിച്ചിട്ടുണ്ട് എന്ന്. സൗദി അതിൽ നിന്ന് പിൻവലിഞ്ഞു, പക്ഷെ മറ്റ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ADB സഹായം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ. കഴിഞ്ഞ മാസം ഈ USSM എന്ന് പറഞ്ഞ കമ്പനിക്ക് പാകിസ്ഥാൻ ആദ്യമായിട്ട് 2 ടൺ ഈ മിനറൽസ് അയച്ചിട്ടുണ്ട് ഈ അമേരിക്കയിലെ കമ്പനിക്ക്. മാത്രമല്ല പാകിസ്ഥാനിലെ ട്രംപിന് ഒരു പെട്ടി കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലേ മുനീർ, ഈ മിനറൽസിന്റെ ഒക്കെ. അതുപോലെ തന്നെ ഒരു സാമ്പിളാണ് ഈ 2 ടൺ അയച്ചു കൊടുത്തത്. അവർ നോക്കും ഇതിൻ്റെ അകത്ത് ചെമ്പുണ്ടോ, സ്വർണ്ണമുണ്ടോ, ആന്റിമണി മിനറൽ ഉണ്ടോ എന്നൊക്കെ നോക്കും. അപ്പോൾ ബാരിക് മൈനിങ്ങിന് അത് നോക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം ഇത് കൊടുത്തു. അവിടെ ചെമ്പ്, ആന്റിമണി, നിയോഡീമിയം എന്ന് പറഞ്ഞ മിനറലും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ബെയ്ജിങ് ആന്റിമണി US-ന് വിൽക്കാത്തത് കൊണ്ട് ഇപ്പം ആന്റിമണിക്ക് വില കൂടിയിട്ടുണ്ട് ആഗോള വിപണിയിൽ. അപ്പോൾ ആന്റിമണി അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്, അതവിടെ ഉണ്ട് പാകിസ്ഥാനിൽ. അതാണ് എന്നോട് എല്ലാവരും ഈ പാകിസ്ഥാനെ കൊണ്ട് എന്തിനാണ് ഇന്ത്യ POK എടുക്കാൻ പോകുന്നത്, അവിടുത്തെ മനുഷ്യർ ശരിയല്ലല്ലോ, എന്തുകൊണ്ട് പാകിസ്ഥാനെ എടുക്കണം, അവർ മുഴുവൻ ഇന്ന ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ സംഗതികളും ഉണ്ടെന്നേ അവിടെ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും വിശാല
ഭാരതത്തിൻ്റെയൊക്കെ ഭാഗമാകാവുന്നതേ ഉള്ളൂ. അതെ. ഒരുപാട് റേറത്സ്, സ്വർണം ഒക്കെയുള്ള സ്ഥലമാണ്. പാകിസ്ഥാന് കാശില്ല ഇത് തന്നെ ടാപ്പ് ചെയ്യാൻ. എണ്ണയുണ്ട്, ഗ്യാസ് ഉണ്ട് ബലൂചിസ്ഥാനിലുമൊക്കെ. അപ്പോൾ ഈ ബലൂചി അക്രമം കാരണം അവിടെ നിന്ന് കൊള്ളാവുന്ന എണ്ണ കമ്പനികളൊക്കെ പോവുകയാണ് ചെയ്തത്. ആരാംകോ, ഷെല്ല് അവരൊക്കെ അവിടെ വന്ന് കുഴിച്ചു നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ബലൂചിസ്ഥാനിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബലൂച്ച് സ്വതന്ത്രമാവുക, POK സ്വതന്ത്രമാവുക, ഇതൊക്കെ നമ്മുടെയും കൂടി താല്പര്യത്തിന് നിരക്കുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.